PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് VFAക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. VFAക്ക് വേണ്ടി കഴിഞ്ഞ കുറെ നാളുകളായി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കാമെന്ന് കമന്റോട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. VFAക്ക് വേണ്ടി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ VFA എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. VFA കൂടാതെ കമ്പനി ബോർഡ്, LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, പ്രീ പ്രൈമറി, LP, UP, കേറ്ററ്റ് എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടാണ് കേട്ടോ. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് പഠിക്കാം. നമുക്കറിയാം കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായിട്ട് തരംതിരിക്കുന്നു അല്ലെ. ഏതൊക്കെയാണത്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമുക്ക് എത്രയായി തരംതിരിക്കാം? മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പൊ ഓരോന്നിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് വൺ മലനാടാണ്. എന്തൊക്കെയാണ് മലനാടിന്റെ പ്രത്യേകത വരുന്നത്? പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഏത്? മലനാട്. പർവ്വതങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് ഉൾപ്പെടുന്നത്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 48% മലനാട്. കേരളത്തിന്റെ ആകെ വിസ്തൃതി എത്ര ശതമാനമാണ് മലനാട്? 48% മലനാടാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക? മലനാട് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ മലനാടിന്റെ ശരാശരി ഉയരം എത്രയാണ്? കേരളത്തിൽ മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ ആണ് കേട്ടോ. എത്രയാണ് കേരളത്തിൽ മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്? 900 മീറ്റർ ആണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. ഏത് ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. മലനാടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും എങ്ങനെയുള്ള പ്രദേശങ്ങളാണ്? വനങ്ങളാണ്. മലനാടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും വനങ്ങളാണ്. മലനാട്ടിൽ പ്രധാനപ്പെട്ട കൃഷി വിളകൾ ഏതൊക്കെയാണ്? കാർഷിക വിളകള് തേയില, കാപ്പി, റബ്ബർ, ഏലം ഒക്കെയാണ് മലനാട്ടിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നതെന്ന് ഓർത്തിരുന്നോളുക കേട്ടോ. അപ്പോ എന്താണ്? പ്രധാനമായിട്ടും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഈ ഒരു മലനാട്ടിൽ നിന്നാണ്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 48% മലനാടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. കേരളത്തിന്റെ മലനാടിന്റെ ശരാശരി ഉയരം വരുന്നത് 900 മീറ്റർ ആണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. മലനാടിന്റെ ഭൂരിഭാഗവും എന്താണ്? വനങ്ങളാണ്. മലനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിള തേയില, കാപ്പി, റബ്ബർ, ഏലം എന്നിവയാണ് ഈ മലനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകളായിട്ട് വരുന്നതെന്ന് ഓർത്തിരുന്നോളുക. ഇനി കേരളത്തിൽ മലനാട് ഭൂപ്രദേശം ഭാഗമായി വരുന്ന മലനിരകൾ ഏതാണെന്നറിയാമോ? കേരളത്തിന്റെ മലനാട് പ്രദേശം ഉൾപ്പെടുന്ന മലനിരകള് പശ്ചിമഘട്ടമാണ് കേട്ടോ. ഏതാണ്? പശ്ചിമഘട്ടമാണെന്ന് ഓർത്തിരുന്നോളുക. ഈ പശ്ചിമഘട്ട തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാ? വളരെ പ്രശസ്തമായിട്ട് മലനിര പശ്ചിമഘട്ടത്തിന് തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ. അതാണ് അഗസ്ത്യാർകൂടം. ഏതാണ്? അഗസ്ത്യാർകൂടം അല്ലെ. അഗസ്ത്യാർകൂടത്തിന്റെ പ്രത്യേകത എന്താണ്? അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തിരുന്നോളണം. അപ്പോ കേരളത്തിൽ ഭൂപ്രകൃതി എത്ര ശതമാനമാണ് മലനാട്? 48% ഓർത്തിരുന്നോളണം. ഈ അഗസ്ത്യാർകൂടം പോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രശസ്തമായിട്ടുള്ള എപ്പോഴും PSC ചോദിക്കുന്നുണ്ടല്ലോ, ആനമുടി അല്ലെ. ആനമുടിയെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആനമുടി എപ്പോഴും ചോദിക്കുന്നതാണ്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം എത്രയാ? 2695 മീറ്റർ ആണ്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഏത് തന്നെയാണ്? ആനമുടിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന എവിടെയാ? ഇടുക്കി ജില്ലയിലെ. ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്ത് ദേവികുളം താലൂക്കിലാണ് നമ്മുടെ ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ആനമല, പളനിമല, ഏലമല എന്നീ ഇതൊക്കെ സംഗമിക്കുന്നതാണ് ഏത്? ആനമുടി. അപ്പൊ ഏതൊക്കെ മലകൾ സംഗമിക്കുന്ന ആനമുടി? ആനമല, പളനിമല, ഏലമല ഈ 3 മലകൾ സംഗമിക്കുന്നതാണ്
ആനമുടി എന്ന് പറയുന്നത്. ഏത് ദേശീയോദ്യാനത്തിന്റെ ഭാഗത്തായിട്ടാണ് ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമോ? ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടി നീളം എത്രയാണ്? 2695 ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ്. ഈ 3 മലകൾ സംഗമിക്കുന്നതാണ് ഏത്? ആനമുടി. ഏതൊക്കെ മലകളാ? ആനമല, ഏലമല, അതുപോലെ പളനിമല. ഇനി ഏത് ദേശീയോദ്യാനം തെക്കു ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളത്തിന്റെ ഭാഗമായിട്ടാണ്. ആനമലയുടെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം ഏതാണ്? അത് നീലഗിരി ആണെന്നും ഓർത്തിരുന്നോളുക കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഇടനാട്. ഏതാണ്? ഇടനാട്. എന്തൊക്കെയാണ് ഇടനാടിന്റെ പ്രത്യേകത? മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന, വാക്കിൽ തന്നെ ഉണ്ടല്ലോ ഇടയിലായിട്ട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. ചെറുകുന്നുകളും താഴ്വരകളും ഒക്കെയാണ് ഈ പ്രദേശം. ഇടനാടിന്റെ പ്രത്യേകത എന്താ? ചെറുകുന്നുകളും താഴ്വരകളും ഒക്കെയാണ് ഇവിടെ ഉണ്ടാകുക. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 42% ഇടനാട് എന്ന് പറയുന്നത്. നമുക്കറിയാം കേരള വിസ്തൃതിയുടെ എത്ര ശതമാനമായിരുന്നു മലനാട്? മലനാട് 48% അങ്ങനെയാണെങ്കിൽ ഇടനാട് എത്ര ശതമാനാ? 42%. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉള്ള പ്രദേശമാണ് ഏത്? ഇടനാട്. ഇടനാടിന്റെ കിഴക്കേ അതിരാണ് മലനാട്. ഇടനാടിന്റെ കിഴക്കേ അതിരായിട്ടാണ് എന്ത് വരുന്നത്? മലനാട് വരുന്നത്. ഇടനാടിന്റെ പടിഞ്ഞാറേ അതിരെന്തായിരിക്കും? തീരപ്രദേശമായിരിക്കും ഇടനാടിന്റെ പടിഞ്ഞാറേ അതിര്. അപ്പൊ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി ചെറുകുന്നുകളും താഴ്വരകളും സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 42% ഇടനാടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശത്തെയാണ് ഇടനാട് എന്ന് പറയുന്നത്. ഇടനാടിന്റെ കിഴക്കേ അതിര് മലനാടും ഇടനാടിന്റെ പടിഞ്ഞാറേ അതിര് തീരപ്രദേശമാണെന്നും ഓർത്തിരുന്നോളുക കേട്ടോ. ഇടനാടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാ? ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് ഇടനാടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനം. ഇടനാടിൽ കൃഷി ചെയ്യുന്നത് പ്രധാനമായിട്ടും റബ്ബർ, തെങ്ങ്, മരച്ചീനി, അതുപോലെ തന്നെ കുരുമുളക്, കശുമാവ്, ഇതൊക്കെ ധാരാളമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് തീരപ്രദേശം. എന്തൊക്കെയാണ് തീരപ്രദേശത്തിന്റെ പ്രത്യേകത? കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം. കേരള ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശമാണ്. മലനാട് 48%, ഇടനാട് 42%, ബാക്കി 10% ഏതാണ്? തീരപ്രദേശമാണ്. കേരള തീരദൈർഘ്യം എത്രയാ? കേരളത്തിന്റെ ദൈർഘ്യം 590 കിലോമീറ്റർ ആണ് കേട്ടോ. എത്രയാണ്? 590 കിലോമീറ്റർ ആണ്. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 5 ആണ്. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകൾ എത്രയാ? 9 ജില്ലകളാണ് കേരളത്തിൽ കടൽത്തീരമുള്ളത്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരും ഏറ്റവും കുറവ് കടൽത്തീരമുള്ളത് കൊല്ലം ജില്ലയ്ക്കുമാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് അത് ഏതാണ്? ചേർത്തലയ്ക്കാണ് കൂടുതൽ കടൽത്തീരമുള്ള താലൂക്കായിട്ട് വരുന്നത്. അപ്പൊ ഓർത്തിരുന്നോളം, കേരളത്തിന് ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശമാണ്. കേരള തീരപ്രദേശ ദൈർഘ്യം 590 കിലോമീറ്റർ ആണ്. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യ സംസ്ഥാനത്തിടെ കേരളത്തിന്റെ സ്ഥാനം 5ആണ്. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9ഉം. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏതാണ്? ചേർത്തല താലൂക്കാണെന്ന് ഓർത്തിരുന്നോളുക. അതുപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് അതേതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടിയാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാടിയിലാണ് ഏറ്റവും കൂടുതൽ നീളം കൂടിയ ബീച്ച് വരുന്നത്. ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് VFA കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, പ്രീ പ്രൈമറി, LP UP, KTET എന്നിവയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അതുകൂടാതെ തന്നെ PSC അപ്ഡേറ്റ് കൃത്യമായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ PSC അപ്ഡേറ്റ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതാ? അത് എപ്പോഴും PSC ചോദിക്കുന്നു. തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഇലുമിനേറ്റും മോണോസൈറ്റുമാണ് കേട്ടോ. ഏതാണ്? ഇലുമിനൈറ്റും മോണോസൈറ്റും ആണെന്ന് ഓർത്തിരുന്നോളുക. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിലെ 9 ജില്ലയ്ക്കാണ് കടൽത്തീരം ഉള്ളതെന്ന്. കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ ഏതാ? 5 ജില്ലയാണ് കടൽത്തീരം ഇല്ലാത്തത്. അത് ഏതൊക്കെയാ കടൽത്തീരം ഇല്ലാത്ത 5 ജില്ലകള്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി,
പാലക്കാട്, വയനാട് എന്നീ ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകളായിട്ട് വരുന്നത്. കടൽത്തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാ? കടൽത്തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ ആണെന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. കടൽത്തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശൂർ കോർപ്പറേഷൻ ആണെന്ന് ഓർത്തിരുന്നോളുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ എന്താണ് ഭൂപ്രകൃതിയെ കുറിച്ചിട്ടാണ് പഠിച്ചു പോയത് അല്ലെ. മലനാടിനെ കുറിച്ച് പഠിച്ചു, ഇടനാടിനെ കുറിച്ച് പഠിച്ചു, തീരപ്രദേശത്തെ കുറിച്ചും പഠിച്ചു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു സോ മച്ച്.